कमलायतलोचन लोकपते विजयी भव वेङ्कटशैलपते सचतुर्मुख षण्मुख पञ्चमुख प्रमुखाखिल दैवत मौलिमणे. അച്ഛ നോക്കൂ, എന്താണ് അവർ ആസാമിൽ കാണിക്കുന്നത്? അച്ഛ ഒന്ന് നോക്ക്. മാധവ, നിനക്കൊട്ടും ക്ഷമയില്ല. വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമാണ് ഞാൻ വായിക്കുന്നത്. നിന്റെ കൗതുക വാർത്തയെക്കുറിച്ച് നമുക്ക് പിന്നെ ചർച്ച ചെയ്താ പോരെ? അത് പറ്റില്ല. വർക്കിംഗ് ഡേയ്സിൽ അച്ഛൻ വളരെ തിരക്കിലായിരിക്കും. ഇന്ന് ഒഴിവ് ദിവസമാണ്, ഒരു രക്ഷയില്ല. നമ്മുടെ ചർച്ച കഴിഞ്ഞിട്ടാകാം അച്ഛന്റെ കുറിപ്പ് വായന. ഓ ശരി ശരി, ജോലി ചെയ്യാൻ നീ ഇന്ന് അനുവദിക്കില്ല എന്നെനിക്കറിയാം. വാ നോക്കട്ടെ, എന്താ നിനക്കിത്ര താല്പര്യം ഉണ്ടാക്കിയ വിഷയം? വളരെ നല്ലതച്ഛാ. ഈ പേജിന്റെ അടിയിലുള്ള വാർത്ത ഒന്ന് നോക്കിയേ. ഇവരെന്ത് മണ്ടന്മാരാണ്. മണ്ടത്തരോ? നോക്കട്ടെ. ആസാമിലെ മാനസ് നാഷണൽ പാർക്കിലേക്ക് 2 റൈനോസറുകളെ കൊണ്ടുവരുന്നു. കാസിരംഗ നാഷണൽ പാർക്കിൽ നിന്നാണ് ഇവയെ കൊണ്ടുവരുന്നത് എന്ന് ഫോറസ്റ്റ് ഓഫീസർ പറഞ്ഞു. എനിക്ക് മനസ്സിലാവുന്നില്ല മാധവ. ഇതിലെന്താ മണ്ടത്തരമുള്ളത്? അച്ഛനിതിലൊന്നും തോന്നുന്നില്ല? ഇല്ല. ആസാമിലെ കാടുകളിൽ ധാരാളം കാണ്ടാമൃഗങ്ങളുണ്ട്. പിന്നെന്തിനാ ഇവർ ഇത് ചെയ്യുന്നത്? ഒരു കാട്ടിൽ 2 കാണ്ടാമൃഗം കൂടിയത് കൊണ്ട് എന്താ ഗുണം? ഇപ്പൊ എനിക്ക് മനസ്സിലായി മോനെ മാധവ, നിനക്ക് തെറ്റി. വെറും 2 കാണ്ടാമൃഗങ്ങളെ ചേർക്കുന്നു എന്നതല്ല പ്രശ്നം. തെറ്റി? എനിക്കോ? പക്ഷെ നമ്മൾ കഴിഞ്ഞ കൊല്ലം അവിടെ പോയപ്പോൾ ധാരാളം കാണ്ടാമൃഗങ്ങളെ കണ്ടതല്ലേ? അതെ, തീർച്ചയായും നമ്മൾ കണ്ടു. പക്ഷേ അത് കാസിരംഗ നാഷണൽ പാർക്കിലായിരുന്നു. മാനസ് വേറെ വനമാണ്. അവിടെ വളരെ കുറച്ച് കാണ്ടാമൃഗങ്ങളെ അവശേഷിച്ചിട്ടുള്ളൂ. അവയുടെ എണ്ണം കൂട്ടാനുള്ള ശ്രമത്തിലാണ് അവര്. വളരെ കുറച്ചേ ഉള്ളൂ? മറ്റുള്ളവയ്ക്ക് എന്ത് സംഭവിച്ചു? അവ ചത്തുപോയോ? അതെ, സാധാരണ പ്രകൃത്യാ ഉള്ള മരണമായിരുന്നില്ല. മനുഷ്യർ അവയെ കൊന്നതാണ്. 1990കളിലെ ആസാമിലെ ലഹളക്കാലത്താണ് അത് സംഭവിച്ചത്. വേട്ടയാടൽ, അങ്ങനെയല്ലേ അച്ഛാ അത് പറയുക? എനിക്കറിയാം, ബയോളജി ടീച്ചർ പറഞ്ഞിട്ടുണ്ട്. അതെ, അനധികൃതവും നിഷ്കരണവുമായ വേട്ടയാടൽ തന്നെ. ഒരു കാലത്ത് ധാരാളം കാണ്ടാമൃഗങ്ങൾ ഉണ്ടായിരുന്ന ആ കാട്ടിൽ ഇന്ന് വിരലിൽ എണ്ണാവുന്നവ മാത്രമേ ശേഷിച്ചിട്ടുള്ളൂ. വളരെ ദുഃഖകരമായ ഒരു കഥയാണത്. എന്താണ് ഇത്ര ദുഃഖം? എന്തെങ്കിലും കുഴപ്പം? ഇവിടെ കുഴപ്പമൊന്നുമില്ല സുധേ. ആസാമിലെ മാനസ് നാഷണൽ പാർക്കിലാണ് പ്രശ്നം. കാണ്ടാമൃഗങ്ങൾ അവിടെ വംശനാശം സംഭവിക്കുന്ന അവസ്ഥയിലാണ്. വനപാലകർ അവയുടെ എണ്ണം കൂട്ടാനുള്ള ശ്രമത്തിലാണ്. അത് ശരി. എന്തിന് ആസാമിലെ കാണ്ടാമൃഗങ്ങളെ കുറിച്ച് മാത്രം പറയുന്നു? ലോകം മുഴുവൻ അനേക ജന്തുവർഗങ്ങളും പക്ഷികളും വംശനാശത്തിന്റെ വക്കിലാണ്. അതിനെന്തിനാ അച്ഛൻ ഇത്ര വിഷമിക്കുന്നത്? വംശനാശ ഭീഷണിയുള്ള മൃഗങ്ങളുടെ ഏതാനും എണ്ണത്തെ അവിടെ നിന്നും കൊണ്ടുപോയി വേറെ കാട്ടിൽ വിട്ടാൽ മതി. വളരെ സിമ്പിളാണ്. അതത്ര ലളിതമല്ല മാധവ. നമ്മുടെ കടുവയെക്കുറിച്ച് തന്നെ ആലോചിച്ചു നോക്കൂ. ഇന്ത്യൻ കാടുകളിൽ ധാരാളമായി ഉണ്ടായിരുന്നതാണവ. 20ാം നൂറ്റാണ്ട് ആദ്യത്തിൽ 40,000-ത്തിലധികം കടുവകൾ ഉണ്ടായിരുന്നു. 1970 ആയപ്പോഴേക്കും 2000 ചുരുങ്ങി. 1973 കടുവ സംരക്ഷണ പദ്ധതി ആരംഭിച്ചിരുന്നില്ല എങ്കിൽ കടുവ അന്യം നിന്നിട്ടുണ്ടാവും. എന്നിട്ടും ഇപ്പോൾ 4000-ഓളം കടുവകളെ അവശേഷിച്ചിട്ടുള്ളൂ. വംശനാശ ഭീഷണി തുടരുക തന്നെയാണ്. പിഗ്മി ഹോഗ് ഇന്ത്യ മുഴുവനും, നേപ്പാൾ, ഭൂട്ടാൻ എന്നിവിടങ്ങളിലെല്ലാം ഉണ്ടായിരുന്നു. ഇന്ന് ആസാമിലെ മാനസ് നാഷണൽ പാർക്കിൽ ഏതാനും എണ്ണം മാത്രമേ അവശേഷിച്ചിട്ടുള്ളൂ. ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് കുറച്ചെണ്ണത്തെ കയറ്റി അയക്കുന്നതിന്റെ മാർഗം അത്ര എളുപ്പമല്ല. അതുപോലെ തന്നെ ഹിമാലയൻ വൂൾഫ് ഏതാണ്ട് 350 എണ്ണത്തോളം മാത്രമേ അവശേഷിച്ചിട്ടുള്ളൂ. അവയെ ഗുരുതരമായ വംശനാശ ഭീഷണി നേരിടുന്നവയുടെ കൂട്ടത്തിൽപ്പെടുത്താൻ ശാസ്ത്രജ്ഞർ IUCN അപേക്ഷിച്ചിട്ടുണ്ട്.